അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ PSC 10th ലെവൽ പരീക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മുൻ വർഷങ്ങളിലെ ഒരു 3 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാടാ. ഒരു ചതുരത്തിന്റെ നീളം 10% വർദ്ധിച്ചു, വീതി എത്ര ശതമാനം കുറഞ്ഞാൽ വിസ്തീർണത്തിൽ മാറ്റമുണ്ടാവില്ല? ഇവിടെ ചതുരം എന്നാ പറഞ്ഞ, സമചതുരം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ചതുരമാവുമ്പോൾ അതിന് എന്തൊക്കെ ഉണ്ടാവും മക്കളെ? നീളവും ഉണ്ടാവും, വീതി ഉണ്ടാവും. എടാ ഇങ്ങോട്ട് നോക്ക്. എടാ ലെങ്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്. ശരിയാണോ? എടാ 2 100 വിചാരിച്ചു. ശതമാനത്തിൽ പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് ഞാൻ 2 100 അങ്ങ് എടുത്തു. അപ്പൊ ചോദിക്കണ്ടോ ഇത് സ്ക്വയർ അല്ലേ? എടാ ഇവിടെ ഇപ്പൊ സ്ക്വയർ ആണേലും റെക്റ്റാങ്കിൾ ആണേലും അല്ലെങ്കിൽ സമചതുരമാണേലും ദീർഘചതുരമാണേലും കുഴപ്പമൊന്നുമില്ല. കാരണം രണ്ടിന്റെയും ഏരിയ കണ്ടുപിടിക്കുന്ന നീളത്തിനെ വീതി കൊണ്ട് ഗുണിച്ചിട്ടല്ലേ. ഇപ്പൊ സമചതുരമാണെങ്കിൽ ലെങ്ത്, ദീർഘചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അതേപോലെ സ്ക്വയർ ആണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്. ഇപ്പം എ ആണെങ്കിൽ എ ഇൻറ്റു എ. അപ്പൊ എന്താണേലും നീളം ഗുണം വീതി എന്നാണ് രണ്ടിന്റെയും ഏരിയ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെ എടുക്കാം. അപ്പൊ ഞാൻ ലെങ്ത് 100 ആയിട്ടും ബ്രെഡ്ത്ത് 100 ആയിട്ടും എടുത്തു. എടാ ഇനി എന്തുവാ പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടോ. ഇനി എന്താ പറയുന്നത്? നീളം 10% കൂടി. എടാ ഈ ലെങ്ത് 100 ആയിട്ടല്ലേ എടുത്തേക്കുന്നത്? അതിപ്പോൾ എത്രയായി മക്കളെ? 110 ആയി. ലെങ്ത് എത്രയായി? 110 ആയി. എടാ ബ്രെഡ്ത്ത് എത്ര കൂടിയാൽ ഏരിയയിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം 10ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഞാൻ എൻ്റെ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി എല്ലാത്തിനെയും അങ്ങ് 10 കൊണ്ട് ഹരിച്ചു. അതായത് ഒരു 0 കളഞ്ഞു. എടാ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എടാ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലയോടാ. അതായത് ലെങ്ത് 10, ബ്രെഡ്ത്ത് 10. ഏരിയ എത്രടാ? 100. ഇപ്പോഴും നമുക്ക് ഈ 100 തന്നെ കിട്ടണം. ലെങ്ത് കൂടി, പക്ഷെ എന്നാലും ഇപ്പോഴും നമുക്ക് എത്ര തന്നെ വേണം? ഈ 100 തന്നെ നമുക്ക് വേണം. പറഞ്ഞാൽ മനസ്സിലായോ? കാരണം ഏരിയ കൂടാൻ പാടില്ല. അതാ പറഞ്ഞ, ഏരിയ കൂടാൻ പാടില്ലെങ്കിൽ ഈ ഇപ്പം നോക്കിക്കേ, ഇവിടെ ലെങ്ത് 11, പുതിയ ലെങ്ത് 11. ബ്രെഡ്ത്ത് എത്ര? ബ്രെഡ്ത്ത് പഴയ ബ്രെഡ്ത്ത് തന്നെ ആണെങ്കിലോ, 10 തന്നെ ആണെങ്കിലോ ഏരിയ എത്ര ആയിരിക്കും? 11 × 10 110 കിട്ടും. അത് പറ്റില്ല. അപ്പൊ എന്ത് കുറയ്ക്കണം? ബ്രെഡ്ത്ത് കുറയ്ക്കണം. കാരണം ബ്രെഡ്ത്ത് 10 വെച്ചോണ്ട് നമുക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? 100 കിട്ടത്തില്ല. 11നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടത്തുള്ളൂടാ? 110 കിട്ടത്തുള്ളൂ. നമുക്ക് 100 തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? ബ്രെഡ്ത്ത് കുറയ്ക്കണം. അപ്പൊ ബ്രെഡ്ത്ത് എത്ര ശതമാനം കുറയ്ക്കണമെന്നാ ചോദ്യം. അതായത് ഇവിടെയും ഈ സെയിം ഏരിയ 100 തന്നെ കിട്ടണം. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെയും 100 തന്നെ കിട്ടണം. അപ്പൊ 11നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടും? അതായത് 11 × x എന്ന് പറയുന്നത് 100 ആയിരിക്കണം. അപ്പൊ x = 100 / 11 ആയിരിക്കും. 100നെ 11 ആയിരിക്കുമ്പോൾ എത്ര കിട്ടൂടാ? 9 and 1/11% എന്ന് കിട്ടും. 9 and 1/11% എന്ന് പറഞ്ഞാൽ നമുക്ക് 9.09% എന്ന് പറയാം. 9.09% എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യം. എന്നാൽ ഇതിന് നമുക്ക് വേറൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾ ഇതിൻ്റെ ബേസ് മനസ്സിലാക്കി പഠിക്കുക. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇങ്ങനെ തന്നെയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യം. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം. പരീക്ഷാ ഹാളിൽ ഇനി ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചും ചെയ്യാം. എന്താണ്? R / 100 + R × 100. അതായത് ചോദ്യത്തിൽ ഒരു റേറ്റ് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും 10. 10 / 100 + R × 100. എടാ ഇങ്ങോട്ട് നോക്ക്. 10 / 110 × 100. അപ്പോൾ എത്രയാണ്? ഈ 0യും കട്ട് ചെയ്ത് പോയിട്ട് 100 / 11 കിട്ടും. അവിടെ നമുക്ക് എന്തോ കിട്ടൂടാ? 9 and 1/11% അല്ലെങ്കിൽ 9.09%. അതായത് ഓപ്ഷൻ സി. അപ്പം ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് ആ സാധനം വന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ ലോജിക് സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഷോർട്ട് കട്ട് പഠിച്ചോ ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അവിടെ എന്താണ് രണ്ടാമത്തെ ചോദ്യം? 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോ ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോയുടെ വർധന ഉണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? എടാ ഇങ്ങോട്ട് നോക്ക് മക്കളെ. വളരെ എളുപ്പം നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം. എടാ ഇങ്ങോട്ട് നോക്ക്. 10 കുട്ടികളുള്ള ക്ലാസ്സിൽ 50 കിലോ ഭാരമുള്ള ഒരുത്തം പോയിട്ട് വേറൊരുത്തം വന്നപ്പോൾ 2 കിലോയുടെ വർധന ഉണ്ടായി. എടാ ഇങ്ങോട്ട് നോക്കിക്കേ.
ഈ പോയവന് 50 കിലോ ഭാരം ഉണ്ടല്ലോ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെടാ. എടാ 50 കിലോ ഭാരമുള്ള ഒരുത്തം പോയിട്ട് വന്നവനും 50 കിലോ ഭാരമായിരുന്നെങ്കിൽ ആവറേജിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമായിരുന്നോ? അതായത് ഉത്തമ പോയവനും 50 വന്നവനും 50, ആവറേജിൽ ഒരു മാറ്റവും വരുത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ മാറ്റം വരാൻ കാരണം എന്താ? ആവറേജിൽ അല്ലെങ്കിൽ ശരാശരി ഭാരത്തിൽ 2 കിലോ കൂടാൻ കാരണം എന്തായിരിക്കും? എടാ പുതിയതായിട്ട് വന്നവന് പോയവനേക്കാൾ ഭാരം ഉണ്ടായിരിക്കും. അപ്പൊ പുതുതായിട്ട് വന്നവന്റെ ഭാരം 50-നേക്കാളും ഞാൻ ഇവിടെ പ്ലസ് ഇടണോ മൈനസ് ഇടണോ? പ്ലസ് ഇടണം, കൂടുതലായിരിക്കും. ഇനി അവൻ വന്നുകൊണ്ട് എന്താ സംഭവിച്ചേ? എടാ ആവറേജ് 2 കൂടി. മക്കളെ ആവറേജ് എന്ന് പറഞ്ഞാൽ ആരാ? ആവറേജിന്റെ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ആര്? ആവറേജ്. എടാ അപ്പൊ ആവറേജ് 2 കൂടി എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി, അവിടെയുള്ള എല്ലാവർക്കും ആ ഇൻക്രീസ് ബാധകമായിരിക്കും. അപ്പോൾ 10 പേരുണ്ടായിരുന്നു, അതില് ഒരുത്തം പോയി വേറൊരുത്തം വന്നു. അപ്പൊ അപ്പോഴും ഇപ്പോഴും എണ്ണം 10 തന്നെയാണ്. സോ ആവറേജ് 2 കൂടി എന്ന് പറഞ്ഞാൽ ഈ 10 പേർക്കും 2 കിലോ വെച്ച് കൂടുന്നതിന് തുല്യമാണ് പുതിയവൻ ഇങ്ങോട്ട് വന്നപ്പോൾ. അപ്പൊ പുതിയവന്റെ ഭാരം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇവിടെ 50 + 10 × 2 20. എത്ര കിട്ടും മക്കളെ? എടാ 70 കിലോ. 70 കിലോ കണ്ടോ? സോ ഇത്ര ഓർത്തിരുന്നാൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: പോയവന്റെ ഭാരം പ്ലസ് ആവറേജിൽ വന്ന ഇൻക്രീസ് ഇൻറ്റു ടോട്ടൽ നമ്പർ. പോയവന്റെ ഭാരം പ്ലസ് ആവറേജിൽ വന്ന ഇൻക്രീസ് ഇൻറ്റു ടോട്ടൽ നമ്പർ. അതായിരിക്കും പുതിയ ആളുടെ ഭാരം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രീതി ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ആവറേജിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ലഭിക്കും. ഇനി ശരിയാണോ നോക്കാം. യെസ്, ശരിയാവാം. അതെവിടെ പോവാൻ? 70 കിലോ. 70 കിലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. എടാ 50 കിലോ ഭാരമുള്ള ഒരുത്തൻ ആ ക്ലാസ്സിൽ നിന്ന് പോയിട്ട് പുതിയ ഒരുത്തൻ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോ കൂടി. അപ്പൊ എന്തായാലും പോയവനേക്കാളും വന്നവന് ഭാരം കൂടുതലായിരിക്കും. ഇപ്പൊ ഇങ്ങനെ പറയാണ്, ഇപ്പം 50 കിലോ ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരം 2 കിലോ കുറഞ്ഞെന്ന് പറഞ്ഞാലോ? എടാ അപ്പൊ എന്ത് സംഭവിക്കും? ഈ 50+ വരെ മൈനസ് ഇടണം. കാരണം എന്താ? പോയവനേക്കാളും ഭാരം വന്നവന് കുറവാണ്, അതുകൊണ്ടാണ് ആവറേജ് കുറഞ്ഞത്. 50 തന്നെ വന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ആവറേജ് കൂടത്തുമില്ല കുറയത്തുമില്ല, 50 തന്നെ നിന്നാനെ. 50 പോയിട്ട് 50 തന്നെ വന്നിരുന്നെങ്കിൽ, ഇവിടെ 50 പോയിട്ട് 50-നേക്കാൾ കുറഞ്ഞതാണ് വരുന്നതെങ്കിൽ ആവറേജ് എന്ത് ചെയ്യും? വന്നവന്റെ ഭാരം എന്തായിരിക്കും? കുറവായിരിക്കും. സോ 50 - 2 വെച്ചാണ് കുറഞ്ഞതെങ്കിൽ 2 × 10 20. അപ്പൊ 50 - 20 30 കിലോ ആയിരിക്കും പുതിയ ആളുടെ ഭാരം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞു എന്നല്ല, കൂടി എന്നാണ്. കൂടി എന്ന് പറഞ്ഞാൽ നേരത്തെ പോയവന്റെ ഭാരം 50, അപ്പൊ അതിനേക്കാളും പുതിയ ആൾ വന്നുകൊണ്ട് ആവറേജ് കൂടി. ആവറേജ് 2 കിലോ വെച്ച് കൂടി. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ആവറേജ് എന്ന് പറഞ്ഞാൽ ആ 10 പേരിനകത്ത് ചിലപ്പോൾ അമ്മിണി കാണും, വത്സല കാണും, പൊന്നമ്മ കാണും, തങ്കമ്മ കാണും, ആരെങ്കിലും ഒക്കെ കാണും. അവരുടെ ആരുടെയും ഭാരമല്ല ഈ എന്തെന്ന് പറയുന്നത് ഈ 2 കിലോ കൂടി എന്ന് പറഞ്ഞ്. ഇതിൽ ഏതെങ്കിലും ഒരുത്തന്റെ ഇൻഡിവിജ്വൽ ഭാരമല്ല 2 കിലോ കൂടി എന്ന് പറഞ്ഞത്. 2 കിലോ കൂടി എന്ന് പറഞ്ഞത് ശരാശരി ഭാരമാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഗ്രൂപ്പ് ആണ്. ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ആവറേജ്. ആവറേജിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതാ എല്ലാ ഗ്രൂപ്പിനും ആ എഫക്ട് വരും എന്ന അസംഷനിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ആവറേജ് 2 കിലോ കൂടി എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാവർക്കും 2 കിലോയുടെ ഇൻക്രീസ് ഉണ്ടായി. ആര് വന്നതുകൊണ്ട്? ഇവൻ വന്നതുകൊണ്ട് എന്നാണ് അസംഷൻ. അപ്പോ 50-ന്റെ കൂടെ 2 × 10 20 കൂടെ കൂട്ടി പുതിയ ആളുടെ ഭാരം എത്രടാ? 70 കിലോ. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കുക, കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതിന്റെ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ പറയുന്നുണ്ട്. എടാ അടുത്ത ചോദ്യം, ഇന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ 43 ദിവസം കഴിഞ്ഞ് ഏത് ദിവസമായിരിക്കും? എടാ ഇന്ന് വ്യാഴാഴ്ചയാണ്, 43 ദിവസം കഴിഞ്ഞ് എത്ര ദിവസമായിരിക്കും? ഉടനെ നമ്മൾ വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നും പറഞ്ഞ് വിരലയിൽ എണ്ണി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. എടാ ഈ 43-നെ 7 കൊണ്ട് ഹരിക്കുക. 7 6 പ്രാവശ്യം ആയപ്പോൾ 42. ശിഷ്ടം എത്ര കിട്ടിയടാ? 1. ഇവിടെ നിങ്ങൾ ശിഷ്ടം കിട്ടുന്നത് നോക്കിക്കോണം. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ദിവസം എത്ര? വ്യാഴാഴ്ച. അപ്പോൾ ഈ വ്യാഴം പ്ലസ് നിങ്ങൾക്ക് കിട്ടിയ ശിഷ്ടം, വ്യാഴത്തിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി എന്തോടെ കിട്ടുന്നത്? വ്യാഴം കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞ് എന്തായിരിക്കും? ഫ്രൈഡേ. വെരി സിമ്പിൾ, ഫ്രൈഡേ. സോ ആൻസർ എത്ര? വെള്ളി. അപ്പൊ ഇന്നൊരു ദിവസമാണ്,
ഒരു 40 ദിവസം കഴിഞ്ഞ് അല്ലെ 70 ദിവസം കഴിഞ്ഞ് എത്ര ദിവസം, അല്ലെങ്കിൽ ഒരു X ദിവസം കഴിഞ്ഞ് എത്ര ദിവസം ചോദിച്ചാൽ ആ നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, 7 കൊണ്ട് ഹരിക്കുകയുടെ ശിഷ്ടം എത്ര ആണോ കിട്ടുന്നത് അത് കൂട്ടുക. 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായാലും 6-ൽ കൂടുതൽ ശിഷ്ടം കിട്ടത്തില്ല. ഒരു സംഖ്യ 7 കൊണ്ട് ഹരിച്ചാൽ 6-ൽ കൂടുതൽ ശിഷ്ടം കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങളോട് ഇന്നത്തെ ദിവസം എത്ര ആണെന്നാണോ പറഞ്ഞിരിക്കുന്നത് ആ ദിവസത്തിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടിയ ശിഷ്ടവും കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ, 43നെ 7 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ശിഷ്ടം നമുക്ക് എത്ര കിട്ടി, 1 കിട്ടി. ഇന്ന് വ്യാഴാഴ്ചയാണ്, അപ്പോൾ വ്യാഴത്തിൻ്റെ കൂടെ ആ ശിഷ്ടവും കൂടെ കൂട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വെള്ളിയാഴ്ച എന്ന് കിട്ടി. ശരിയാണോ നോക്കാം. യെസ്, വെള്ളി. അപ്പോൾ വേറൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് ഞായറാഴ്ചയാണ്. 70 ദിവസം കഴിഞ്ഞ് എത്ര ദിവസമായിരിക്കും? 70 ദിവസം കഴിഞ്ഞ് ഏത് ദിവസമായിരിക്കും? സോ 70 ഡിവൈഡഡ് ബൈ 7 10. ശിഷ്ടം എത്ര കിട്ടും? 0. എടാ ശിഷ്ടം 0 കിട്ടിയ അതിൻ്റെ അർത്ഥം എന്തോ, ഞായറിൻ്റെ കൂടെ 0 കൂട്ടിയാൽ ഞായർ തന്നെ. അപ്പോൾ അന്ന് എന്താഴ്ച തന്നെ ആയിരിക്കും? ഞായറാഴ്ച തന്നെ ആയിരിക്കും. ശിഷ്ടം 0 കിട്ടിയാൽ ആ ദിവസം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ മക്കളെ ശിഷ്ടം 0 കിട്ടിയാൽ ആ ദിവസം തന്നെ ആയിരിക്കും. ശിഷ്ടം 0 കിട്ടുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വളരെ ചെറിയൊരു ക്ലാസ്സാണ്, ഏകദേശം ഒരു 10 മിനിറ്റിനകത്തിൽ തന്നെ നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യണമെന്ന് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് ബിസി ആയിപ്പോയൊരു ദിവസമാണ്. ഇന്ന് വീഡിയോ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചൊരു ദിവസമാണ്. പക്ഷേ നമുക്കങ്ങനെ പറ്റത്തില്ലല്ലോ, നമുക്കത് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ 3 ചോദ്യങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ. പക്ഷേ എങ്കിലും ഇത് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 3 ചോദ്യങ്ങളാണ്, 3 ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പോൾ അത് എന്തായാലും വളരെ എഫക്റ്റീവായിട്ടുള്ള 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പ്രാക്ടീസ്. എത്ര ചോദ്യങ്ങൾ ചെയ്യാമോ അത്രയും ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിലും iOS-ലും ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതിൽ പെയ്ഡ് കണ്ടന്റ് ഉണ്ട്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാം. അതിൽ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാവുന്ന കണ്ടന്റ് ഉണ്ട്. അല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ ധാരാളം കണ്ടന്റുകളുണ്ട്. അതിലെ എക്സാംസ് എല്ലാം ഫ്രീ ആണ്. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഹിസ്റ്ററിയുടെ ചോദ്യങ്ങളുണ്ടാകും, ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയതുള്ള ഉണ്ടാകും, SSCയുടെ ഉണ്ടാകും, റെയിൽവേയുടെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ദിവസം കഴിയുന്നതിനനുസരിച്ച് അതിലെ കണ്ടന്റുകൾ ഇങ്ങനെ കൂടി വരുത്തതേ ഉള്ളൂ. അപ്പോൾ അത് ആ ആപ്ലിക്കേഷനുകളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെയാണല്ലോ നിങ്ങളോട് പറയുന്നത് പ്രാക്ടീസ് ആണ് ഏറ്റവും വലുതെന്ന്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ആപ്ലിക്കേഷനോട് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതേപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഈ ഒരു സീരീസ് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.